ഹായ് ഗേയ്സ്. അപ്പോൾ ഇത് പെരുന്നാൾ വ്ളോഗാണ്. പെരുന്നാൾ വ്ളോഗെന്ന് വെച്ചാൽ പെരുന്നാൾ ഷോപ്പിംഗ് വ്ളോഗാണ്. ഷോപ്പിംഗ് ആയിട്ടൊന്നും ഇല്ലടേ, ഭയങ്കര ദാരിദ്ര്യം, കയ്യിൽ കാര്യമായിട്ട് പൈസയൊന്നുമില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് വീട്ടിൽ ഇടുന്ന ടൈപ്പ് ഓരോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. തണുത്ത വെള്ളം കുടിച്ച് അതാണ് നാക്കിങ്ങനെ കുഴയുന്നത്. അപ്പം വീട്ടിൽ ഇടുന്ന ടൈപ്പ് ഓരോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണത്. അത് മാത്രമല്ല, ഇന്ന് എൻ്റെ കുഞ്ഞുവിൻ്റെ സ്കൂളിൽ ആദ്യത്തെ പാരൻസ് മീറ്റിംഗ് ആണ്. അപ്പം ചെന്നേ പറ്റൂ, കുട്ടിയൊക്കെ ഒലിച്ചിറങ്ങണം. പൗഡർ പിന്നെ ചെന്നേ പറ്റുമെന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് നിർബന്ധമായിട്ട് ചെല്ലണം. അല്ലെങ്കിൽ ഞാൻ എല്ലാ പാരൻസ് മീറ്റിങ്ങിനും പോകാറുണ്ട്. ഞാൻ ഉത്തരവാദിത്തമുള്ളൊരു പാരൻ്റാണ്. ഒരു വർഷത്തിലൊരു 4 മീറ്റിംഗ് വെച്ചാലും ഒന്ന് എങ്ങാനും മിസ്സാവേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും ഞാൻ കൃത്യമായിട്ട് പോകും. അപ്പോൾ രണ്ടുപേരുടെയും ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പാരൻസ് മീറ്റിങ്ങിന് പോകാറുണ്ട്. ഞാൻ ഈ പറയുന്നത് തള്ളാണെങ്കിൽ ടീച്ചേഴ്സ് ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പം വിയർത്ത് കുളിക്കുന്നു. ഇന്ന് രാവിലെ 7 തൊട്ട് 7:15 വരെ ഒരു കാരണമില്ല അതൊരു മഴ പെയ്തു. എന്തിനാണ് പെയ്തതെന്ന് മഴയ്ക്ക് പോലും പറഞ്ഞുകൂടാ. ആ മഴ പെയ്തതിന് ശേഷം ഇതാണ് അവസ്ഥ. കണ്ട കപ്പിലൊക്കെ ശേഖരിക്കാം വിയർപ്പ്, അമ്മാതിരി ചൂട്. അപ്പം ഞാൻ ഇനി ഇരുന്ന് ഡയലോഗ് അടിച്ചാൽ നിങ്ങൾ കരഞ്ഞു പോകും. അപ്പം ഞാൻ ചോറൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങണത്. 2 മണിക്കാണ് അവിടെ മീറ്റിംഗ്. 2:30 എനിക്ക് എത്തണം. ഇപ്പോൾ ഏകദേശം 1:45. കുട്ടികളെ വിടും, നേരത്തെ വിടും. കുഞ്ഞു ഇപ്പോൾ വരും, അവനെ ഇവിടെ ഉമ്മ നോക്കിക്കോളും. അവൻ പോവും, ഇവിടെ നിൽക്കും. ഞാൻ മീറ്റിങ്ങിന് പോവും. എന്നിട്ട് ഞാൻ പോയി കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് തിരിച്ചു വരും. പിന്നെ ഞാൻ ഒരു സ്പെഷ്യൽ ചോറാണെന്ന് കഴിച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു സ്പെഷ്യൽ ഉള്ളിച്ചോറ് ഞാൻ ഉണ്ടാക്കി. അപ്പോൾ അത് ഞാൻ ഇവിടെ വീഡിയോ കൊടുക്കാം. അത് ഞാൻ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് എടുത്തത്, ലെങ്ത് വീഡിയോ ആയിട്ട് എടുത്തില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കയറി കാണണം. അപ്പോൾ ഞാൻ സ്കൂളിലോട്ട് പറഞ്ഞില്ലേ, രാവിലെ ഒരു കാര്യമില്ലാതൊരു മഴ പെയ്തെന്ന്. ഒരു 15 മിനിറ്റ് അതിശക്തമായൊരു മഴ. ആ മഴ പെയ്ത് കിട്ടിയതാണ് കേട്ടോ ഈ വെള്ളം. അപ്പോൾ രാവിലെ ഈ മഴ പെയ്തുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഭയങ്കരമായ ചൂടായിരുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞുവിനെ വണ്ടി കയറ്റി വിടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുവിനെ വണ്ടി കയറ്റി വിട്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഒരാൾ ബെഡിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങണ്. പുറത്തിട്ടേക്കുന്നൊരു പഴയ ബെഡാണിത്. ഞാൻ അടുത്ത് പോയി സൂം ചെയ്തൊക്കെ എടുത്തപ്പോൾ ആശാൻ പതുക്കെ ഒന്ന് കണ്ണ് തുറന്ന് ഞാൻ ഉപദ്രവിക്കാൻ എങ്ങാനും ചെന്നതാണോ എന്ന്. എനിക്ക് കിട്ടിയ എൻ്റെ കണ്ടൻ്റ് അല്ലേ, ഞാനത് വീഡിയോ എടുത്തിട്ട് നേരെ വീട്ടിൽ അകത്ത് കയറി. അപ്പം ഇന്ന് ഞാൻ അത്യാവശ്യം നന്നായിട്ട് തള്ളും. കാര്യം പുട്ടാണ് കയറ്റിയത്. ഞാൻ പുട്ടും റോബസ്റ്റ് പഴവും, പാത്തൂട്ടിക്ക് കറി വേണം. പാത്തൂട്ടി പുട്ടും മീൻ കറിയും. ഫാസില ഇവിടെ ഇരിപ്പുണ്ട്. അന്ന് ഫാസിലൊക്കെ കൊടുത്തില്ലെന്നൊന്നും ആരും ചോദിക്കട്ടെ. ഫാസില വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ 2 ശൃംഗാരികളെയും എനിക്ക് വണ്ടി കയറ്റി വിടണം. അപ്പോൾ 2 പേരെ ഞാൻ വണ്ടി കയറ്റി വിടാൻ വേണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റെപ്പുണ്ട്, അവിടെ കയറി ഇരിക്കും. 2 പേരെയും വണ്ടി കയറ്റി വിട്ടിട്ടേ വീട്ടിൽ പോകും. തൊട്ടടുത്താണെങ്കിൽ നമ്മൾ തന്നെ കൊണ്ടുവിടണ്ടേ, അതല്ലേ. പ്രത്യേകിച്ച് പെൺകുട്ടികളും കൂടെ ആകുമ്പോൾ നമ്മൾ കൊണ്ടാക്കി ബസ്സിൽ കയറി പോകുമ്പോഴേ ഒരു മനസ്സമാധാനം ഉണ്ടാവും. പക്ഷേ അതുകൊണ്ടൊരു കുഴപ്പമുണ്ട്. രാവിലെ ഞാൻ 4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ഒരു പ്രാവശ്യം കുഞ്ഞിനെ കയറ്റി വിടാൻ പറഞ്ഞണം, പിന്നെ ഇവളെ. അപ്പോൾ എനിക്ക് രാവിലെ നല്ല എക്സസൈസാണ് കേട്ടോ. അപ്പോൾ 2 വണ്ടി കയറ്റി വിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ വീട്ടിൽ 3-4 പൈപ്പുള്ളതെല്ലാം ചെളി പിടിച്ച് കിടക്കണുണ്ട്. അപ്പോൾ അതും വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. എന്നിലെ വൃത്തിബോധം ഉണർന്നു. എന്താണ്ട് ലൈൻ പൈപ്പൊക്കെ കണ്ടില്ലേ, കുടിവെള്ളം എടുക്കണ പൈപ്പാണ്. അങ്ങനെ ഞാൻ പൈപ്പെല്ലാം തേച്ച് മിനുക്കി സബീന പൗഡർ ഇട്ട് കുട്ടപ്പന്മാരാക്കി പൈപ്പിനെല്ലാം പെരുന്നാൾ പ്രമാണിച്ച് തേച്ച് കുളിപ്പിച്ചതിന് ശേഷം ഞാൻ ഒരുങ്ങി കെട്ടി പെരുമാതറോട്ട് പോയി. അവിടെ പോയിട്ട് ATM നിന്ന് പൈസ എടുത്തിട്ട് വന്നപ്പോൾ അവിടെ ഒരു വളക്കട ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ തുറന്നിരിക്കുന്നുണ്ടായിരുന്നേ. ഇപ്പോൾ കഴിഞ്ഞ പെരുന്നാളിന്, ചെറിയ പെരുന്നാളിന് വളക്കട വരാത്തത് കാരണം ഇപ്രാവശ്യം നേരത്തെ വന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എന്നതാ മാടി വിളിച്ചു. ആരാണ്? ഈ കമ്മൽ സെക്ഷൻ. എനിക്ക് കമ്മൽ, പ്രത്യേകിച്ച് ജിമുക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്താണ്. അങ്ങനെ ഞാൻ പോയിട്ട് 2 ജിമിക്കയും പാത്തൂട്ടിക്കൊരു മാലയും വാങ്ങിച്ചു. അപ്പോൾ പാത്തൂട്ടിക്ക് മാല വാങ്ങിക്കാൻ കാരണം സ്വർണ്ണ മാല പൊട്ടിച്ചിട്ട് എന്ന്, അതിപ്പം അതിന് നന്നാക്കണം അല്ലെങ്കിൽ മാറ്റി വാങ്ങിക്കണം. പിന്നെ എൻ്റെ കാതിൽ കിടന്ന സ്വർണ്ണക്കമ്മലും അവൾ അപഹരിച്ചു. അവളുടെ കാതിൽ കിടന്ന സ്വർണ്ണ ജിമുക്ക അവൾ ഒടിച്ചിട്ട്. അപ്പോൾ അവളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റും. അങ്ങനെ ഞാൻ ഇതൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ആ കമ്മലിട്ട്. എനിക്ക് ചേരുന്നുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എനിക്ക് ജിമുക്ക ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ജിമുക്ക ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ കുഞ്ഞുവിൻ്റെ സ്കൂളിൽ PTA മീറ്റിങ്ങിനാണ് ഫസ്റ്റ് പോയത്. ആ സ്കൂളിൽ പോകുന്നത് ഒരു ബാലികേറ മലയെന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സ്കൂളും ആ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ സഹകരണവും. കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കും, നന്നായിട്ട് കെയർ ചെയ്യും. ഞാനൊരു ട്യൂഷൻ പോലും കൊടുക്കാതെ എൻ്റെ കുഞ്ഞു നന്നായിട്ട് പഠിച്ചത്, എഴുതി പഠിച്ചതെല്ലാം അവിടെ നിന്നാണ് കേട്ടോ. പിന്നെ കുറച്ച് നാൾ അവിടെ കൊണ്ടാക്കിയിട്ട് ഞാൻ ട്യൂഷന് വിട്ടത് അവന് എഴുത്ത് സ്പീഡില്ലാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞ അവൻ കേൾക്കില്ല. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ കാര്യപരിപാടികളൊക്കെ തുടങ്ങി. ആദ്യം ഷൈനി ടീച്ചർ സ്വാഗതമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് PTA പ്രസിഡൻറ്റ് സംസാരിച്ചു. പിന്നെ സാറ്, ഇതാണ് നമ്മുടെ HM എമേഴ്സൺ സാറ്,
സാറ് സംസാരിച്ചു. അപ്പോൾ ഇവരുടെയൊക്കെ സ്നേഹവും സഹകരണവും കൊണ്ടാണ്, യാത്രാക്ലേശം മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, പക്ഷേ ഇവരൊക്കെ നല്ല സ്നേഹമുള്ള ടീച്ചേഴ്സ് ആയതുകൊണ്ടും നല്ല നമ്മുടെ കുഞ്ഞു സ്കൂളായതുകൊണ്ടും എനിക്ക് അവിടെ നിന്ന് മാറ്റാൻ തോന്നാറില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ തേരാപ്പാര നടന്ന് പോവുകയാണ്. ഇനി പോണ വഴിക്ക് എന്തെങ്കിലും ഓട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ കയറിപ്പോവും. ഇന്നൊരു നടപ്പ് ദിവസമായിരുന്നു ഗൈസ്. അവിടെ നിന്ന് ഓട്ടോ കിട്ടി ഞാൻ ശാർക്കര വന്നിറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ചിറയൻകീഴ് വരെ നടന്നു. കുറച്ച് ദൂരമേ ഉള്ളൂ, അതായത് ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പെരുമാറ ജംഗ്ഷൻ വരെ നടക്കുന്ന ദൂരം. ഞാൻ ഡെയിലിയൊക്കെ അത്രയൊക്കെ നടക്കാറുള്ളത് കൊണ്ട്, ഡെയിലി അല്ല, ഞാൻ പെരുമാറ പോകുമ്പോൾ അത്രയൊക്കെ നടക്കാറുള്ളത് കൊണ്ട് എനിക്ക് പിന്നെ പ്രശ്നമായിട്ട് തോന്നിയില്ല. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തെടുത്ത് കൂളായിട്ട് നടന്നു. അതിൻ്റെ ഇടയിൽ ഒരു മാമൻ വന്ന് എൻ്റെ ക്യാമറയിൽ കയറി. ആ മാമനും എൻ്റെ വ്ളോഗിൽ വരും. അങ്ങനെ ഞാൻ വന്ന പാടെ ഈ 1 കിലോമീറ്റർ നടന്ന ക്ഷീണം തീർക്കാൻ വേണ്ടി അവിടെ വന്നിട്ട് ഒരു ചായക്കടയിൽ കയറി. ബെസ്റ്റ് ബേക്കറിയിലല്ല, അതിൻ്റെ ഇപ്പുറത്തുള്ള കട. അവിടെ കയറിയിട്ട് ഞാൻ 2 സമോസ പറഞ്ഞു, ഒരു ചായയും പറഞ്ഞു. കുറച്ചില്ല കേട്ടോ, 2 സമോസ തന്നെ മേടിച്ച് തിന്നു. കാര്യം ഇവിടെ ഒരു കടിക്ക് 10 രൂപയേ ഉള്ളൂ. അത് ഏതായാലും കേട്ടോ, മീറ്റ് റോളിനൊക്കെ നല്ല വിലക്കുറവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഷിഫയിൽ വന്നു, തുണിക്കടയിൽ വന്നു. പാത്തൂട്ടിക്കും എനിക്കും കുഞ്ഞുനും ഡ്രസ്സ് എടുത്തു. എല്ലാം ഷടപടേന്നായിരുന്നു. കാരണം 4:30 കഴിഞ്ഞു, എനിക്ക് തിരിച്ചു പോകണം. അല്ലെങ്കിൽ 2 എണ്ണം കൂടി വീടെടുത്ത് തിരിച്ചും മറിച്ചും വയ്ക്കും. അങ്ങനെ ഞാൻ തുണിക്കടയിൽ ചെറുതായിട്ട് തുണിക്കട എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തിരിച്ചു എനിക്ക് ഭാഗ്യത്തിന് പെട്ടെന്നൊരു ഓട്ടോ കിട്ടി, അതിൽ കയറിയിരുന്ന്. പക്ഷേ ആദ്യം കയറിയപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത്ര തിക്കും തിരക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാനെടുത്ത ഡ്രസ്സ്. ഞങ്ങൾ 3 പേരും യൂണിയൻകാരെ പോലെയാണ് ഡ്രസ്സ് ഇടുന്നത് കേട്ടോ. കുഞ്ഞുനും നീല, എനിക്ക് നീല, പാത്തൂനും നീല. ഞങ്ങൾക്ക് 2 പേർക്കും സ്കേർട്ടാണ്. ഞാൻ ഒന്ന് പ്രായം കുറയ്ക്കാൻ തീരുമാനിച്ചു. അതല്ല, നൈറ്റ് 275 രൂപ 300 രൂപ. അപ്പോൾ അതിനേക്കാളും നല്ലത് ഒരു സ്കേർട്ടും ടോപ്പും ആണെന്ന് തോന്നി, അങ്ങനെ എടുത്തതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നീലയെന്ന് പറയുമ്പോൾ എനിക്ക് പ്രാന്താണ്. ഇതാണ് ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ പെരുന്നാൾക്കോടി. അപ്പോൾ നമ്മൾ ലോ ബഡ്ജറ്റാണ്, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം പിള്ളേർ ഭയങ്കര ഹാപ്പി കേട്ടോ. നല്ല പാത്തൂട്ടിക്കാണെങ്കിൽ പാവാട, മോനെ സൈലൻ്റ് ആക്ക്. പാത്തൂട്ടിക്കാണെങ്കിൽ പാവാട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞാൻ കിലോമീറ്ററുകൾ നടന്ന് എനിക്ക് വയ്യ ഗൈസ്. അപ്പം പെരുന്നാൾ വ്ളോഗുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വൈൻഡപ്പ് വാ, ടാറ്റാ ബൈ ബൈ, ലവ് യു, ഉമ്മ പറവാ. നമ്മൾ യൂണിയൻകാരെ പോലെ 3 പേര് നീല ഇട്ടുകൊണ്ടാണ് ഈ പെരുന്നാൾ ഇറങ്ങാൻ പോകുന്നത്. ടാറ്റാ, ഇത് ഞങ്ങളുടെ വൈൻഡപ്പ്. ടാറ്റാ ബൈ ബൈ.